ഹായ്, ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല വെയിലിൻ്റെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തെളിഞ്ഞ മാനയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും പുലർച്ചയൊക്കെ ആണെങ്കിൽ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മോൻ ട്യൂഷന് പോയിട്ട് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ തന്നെ 6 മണിക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ബസ് 6 മണിക്കാട്ടോ പോണത്. അപ്പോൾ പിന്നെ അതും കൂടി നോക്കി. അത് കഴിഞ്ഞ് വാതിലൊക്കെ അടച്ച് നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീട്ടിലത്തെ താരങ്ങളാണ് കേട്ടോ അവർ. അപ്പോൾ ഇത് കുഞ്ഞിപ്പൂച്ചക്കുട്ടി ആകെ ഇതൊരെണ്ണുണ്ട്. പിന്നെ ഇവർ 2 പേര് ഇതാണായിട്ട് അമ്മയുണ്ട്, പിന്നെ അത് മോനുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കണം. പാല് കൊടുത്തു, പിഞ്ഞാണത്തിൽ വെച്ച് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അവർക്ക് ഇത്തിരി ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തില്ല, ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും ഞാൻ അരിക്ക് വെള്ളം തീ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തീയൊക്കെ കത്തിച്ച്. അപ്പോൾ ഇപ്പം അത്യാവശ്യം ഉണങ്ങിയ വിറകൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ 2 ചിരട്ടയും കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ വേഗം തീ പിടിച്ചോളും. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാലും എന്താണോ അടുപ്പിനൊരു മടി അങ്ങോട്ട് കത്തി പിടിക്കാനായിട്ട്. അങ്ങനെ അരിക്കൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞപ്പോഴാണ് പൂച്ചയ്ക്ക് ബിസ്ക്കറ്റ് എടുത്തത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇതിപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ കവറിട്ടൊന്ന് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വേഗം എത്തൂട്ടാ. അപ്പോൾ ഇതാണ് ഇവർ 2 പേരും ഒരമ്മയുടെ, അതായത് ആൺപൂച്ചയാണ്. പിന്നെ ഇപ്പം ഉണ്ടായി പൂച്ചക്കുട്ടി പെൺകുട്ടിയാട്ടാ, പെൺപൂച്ചയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ഇതാണ് അവരുടെ അമ്മ. അപ്പോൾ ഇതിനിട്ട് കൊടുത്തിട്ട് ഇത് കാണാണ്ടാണ് എന്താണാവോ അതിങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ അരുവിൽ തന്നെ ഇട്ട് കൊടുത്തപ്പോൾ അത് തിന്നു. അത് കഴിഞ്ഞ് നമ്മൾ അരിയുടെ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരിയാണ് കേട്ടോ. അപ്പോൾ ആ മട്ടരിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം അടുപ്പത്തിടാൻ. അപ്പോൾ 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചെളി ഇളകി വരും. അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു പാത്രം വെള്ളം അടുപ്പത്ത് വെക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ്റെ വെള്ളരി കൂടി ഞാൻ ഗ്യാസിൽ കേട്ടോ വെക്കാറ്. അത് കഴിഞ്ഞിട്ട് വേഗം ചായ വെക്കാനൊക്കെ ആയിട്ട് നിന്നിട്ട് അപ്പോൾ ഒരു ചായ രാവിലെ ഇട്ടിട്ടൊരു ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാപ്പി കേട്ടോ പിന്നെ എടുത്തത്. പിന്നെ ചായ എടുത്തിട്ടുണ്ടായിരുന്നു, പാൽച്ചായയും. അപ്പോൾ ഇതിപ്പോൾ ചായ എടുത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ചായ എടുത്ത് കൊടുത്തതിൻ്റെ വീഡിയോ കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കറി വെക്കാനായിട്ട് കിട്ടിയത് ഉണക്കപ്പയറായിട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഉണക്കപ്പയറും ഉണ്ട്, പിന്നെ ഒരു 2 കായും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടാൻ വെക്കാമെന്നിട്ട് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ വേഗം ഞാൻ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പയറാട്ടോ, വെള്ളപ്പയറായിരുന്നു കിട്ടിയത്. അപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഷർട്ട് തേച്ച് കൊടുക്കായിരുന്നു കേട്ടോ അച്ഛൻ മക്കൾക്ക്. അപ്പം ഒരാളും കൂടി ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഷർട്ട് തേച്ച് കൊടുത്തു. ചില സമയത്ത് ഞാനാട്ടോ തേക്കാറ്, അല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ ചേട്ടൻ തേച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര തിക്കും തിരക്കായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് നേരം പോയത്. വേഗം അരിയൊക്കെ ഊറ്റിയിടലും, പിന്നെന്താ മറ്റേ പയറും കായും ഉപ്പേരി വെച്ചു. പിന്നെ അതിലത്തെ ചാറിൽ കുറച്ചും കൂടി ഉള്ളി മൂപ്പിച്ചതും കൂടി ഇട്ടിട്ട് അപ്പോൾ അതൊരു ചാറ് കറിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം പപ്പടവും കാച്ചിട്ടാ. പിന്നെ തെക്ക് നിരക്ക് അടിച്ചപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വേഗം മൂത്ത മോൻ്റെ ചോറ്റുപാത്രത്തിലേക്ക് ഞാൻ ചോറൊക്കെ ആക്കി ഒരു പ്ലേറ്റിൽ ഉപ്പേരി ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പപ്പടം കവറിലാട്ടോ കെട്ടി കൊടുത്തത്. അപ്പം ഒരാളുടെ പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8:30 കേട്ടോ ഇവിടുന്ന് ബസ് പോണത്, അത് ലൈൻ ബസ്സിൽ. അപ്പോൾ 8:30 ബസ്സിനാട്ടോ പോണത്. അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോഴൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ തുണികളൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാണ് ചെറിയ മോൻ കേട്ടോ. അപ്പോൾ ചെറിയ മോനെ വേഗം കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഇവർക്ക് പോകാനുള്ള കാര്യങ്ങളാട്ടോ. ഇവർ ഒരു 9:30 ആകുമ്പോഴാട്ടോ പോണത്. അപ്പം ഞാൻ കാലത്തെ ധൃതിയിൽ അങ്ങനെ കുറച്ച് നേരം ഇരുന്നതാണ്. പിന്നെ നോക്കിയപ്പോൾ പപ്പടം വറക്കാൻ നിന്നപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ മുറിച്ച് പീസാക്കിയിട്ടുള്ള പപ്പടം മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വറക്കാനായിട്ട് നിന്നിട്ടാണ്. പിന്നെ അവന് ഞാൻ വേഗം പപ്പടമൊക്കെ വറുത്ത് ചെപ്പിലടച്ചെടുത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ ഈ രാവിലെ കണ്ട ഒന്നും ഇല്ലാത്ത പോലെ എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ പൂച്ച പുറത്തിറങ്ങി നിൽക്കാൻ ഞാൻ പുറത്തേക്ക് വിട്ടതാട്ടോ. ഇതിനകത്ത് കയറിയിട്ട് അങ്ങനെ ഞാൻ അവന് ചോറൊക്കെ വാരി കൊടുത്ത് പപ്പടം കൂട്ടി ചോറ് വാരി കൊടുത്തു കേട്ടോ.
പിന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടല്ലോ. അങ്ങനെ അവർ പോവാൻ റെഡി ആയിട്ട് ഇറങ്ങായിട്ടാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടായിരുന്നു, പിന്നെ മഴ ഇങ്ങനെ ചാറി കുഞ്ഞു കുഞ്ഞായിട്ട് ചാറി ചാറി നിൽക്കണ്ടായിരുന്നു. അപ്പോഴും പറയണ്ടായിരുന്നു വേഗം ഉണ്ടാക്ക് ഇപ്പം മഴയില്ല. അപ്പോൾ ഇപ്പം പോകുമ്പോൾ മഴ ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇപ്പം ഒരു 9:30 കഴിഞ്ഞിട്ട് പോകുമ്പോൾ അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും പോയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാട്ടോ വീട്ടിൽ. എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാട്ടോ. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ കുട നിവർത്തിക്കോ എന്ന് പറഞ്ഞ്, പിന്നെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ കുട പിടിച്ചിരിക്കാൻ ഒന്നാമത്തെ കാര്യം ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാട്ടോ അവൻ്റെ സ്കൂള്. അപ്പോൾ ഇതായിരുന്നിട്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത് കുറച്ച് നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ.